വെൽക്കം ടു സിംപ്ലിഫൈങ് ലോ. ഡോക്ട്രൈൻ ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി. നമുക്കറിയാം, ടോർട്ടിൻ്റെ അണ്ടറിൽ ഒരു പേഴ്സൺ അയാളുടെ റോങ്ഫുൾ ആക്ട് കാരണം മാത്രമായിരിക്കും ലയബിൾ ആവുക, അല്ലാതെ മറ്റൊരാൾ തെറ്റ് ചെയ്തത് കൊണ്ട് നമ്മൾ ലയബിൾ ആവില്ല. എന്നാൽ അങ്ങനെ ആവുന്ന ഒരു ഡോക്ട്രൈനാണ് ഡോക്ട്രൈൻ ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി. ഇവിടെ മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. അതായത് സെർവൻറ്റ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താലും അവിടെ മാസ്റ്റർ ലയബിൾ ആവും. ഇതിൽ നോക്കണ്ട ഒരു മാക്സിമാണ് ക്വി ഫാസിറ്റ് പെർ ഇലിയം ഫാസിറ്റ് പെർ സെ എന്ന് പറയുന്നത്. അതായത് മാസ്റ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ആണ് ഒരു സെർവൻറ്റ് എന്തെങ്കിലും ഒരു റോങ്ഫുൾ ആക്ട് ചെയ്താൽ. അപ്പോൾ ഒരു സെർവൻറ്റ് ഒരു റോങ്ഫുൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാസ്റ്റർ ആയിരിക്കും ലയബിൾ ആവുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു മാസ്റ്റർ അയാളുടെ സെർവൻറ്റിനോട് കാർ ഓടിക്കാൻ പറഞ്ഞിട്ട് ആ സെർവൻറ്റിൻ്റെ നെഗ്ലിജൻസ് കാരണം ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ മാസ്റ്റർ ആയിരിക്കും ലയബിൾ. കാരണം അവിടെ ഒരു മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അടുത്ത ഒരു മാക്സിമാണ് റെസ്പോണ്ടൻറ്റ് സുപ്പീരിയർ എന്ന് പറയുന്നത്. ലെറ്റ് ദ പ്രിൻസിപ്പിൾ ബി ലയബിൾ എന്നാണ്. ഇവിടെയും സെയിം ആണ്, ഒരു ജോയിൻറ്റ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. കാരണം മാസ്റ്ററും സെർവൻറ്റിനും രണ്ടുപേർക്കും ഒരു ജോയിൻറ്റ് ലയബിലിറ്റി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈവൻ ദോ ദ സെർവൻ്റാണ് ഒരു നെഗ്ലിജൻസോ അല്ലെങ്കിൽ ഒരു റോങ്ഫുൾ ആക്ട് ചെയ്തതെന്നുണ്ടെങ്കിലും അവിടെ മാസ്റ്റർ ചെയ്തതുപോലെ തന്നെ ആയിരിക്കും കണക്കാക്കുന്നുണ്ടാവുക. അപ്പോൾ മാസ്റ്ററിനെ ആയിരിക്കും ലയബിൾ ആവുക. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡു വാച്ച് ദ ചാനൽ ഫോർ ഫുൾ വീഡിയോ.